ഒരു MLA-ക്ക് വക്രമൊക്കെ ഇത്തിരി ആവാം, പക്ഷെ ഒരു മന്ത്രിക്ക് അത് പാടില്ല. ആ മന്ത്രിയുടെ രാഷ്ട്രീയത്തിന് അധമം നമുക്ക് അംഗീകരിക്കാം, പക്ഷെ ഭരണത്തിന്റെ അധമം ഒരു കാരണവശാലും ഞാൻ അംഗീകരിക്കില്ല, നിങ്ങളും അംഗീകരിക്കരുത്. അതിനുള്ള ഒരു ശിക്ഷ അദ്ദേഹത്തിന് നൽകണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വളരെ മോശമായി പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ പൗരന്റെയും അന്നം മുടങ്ങരുത് എന്ന് പറയുന്നതിന് പദ്ധതി ഇട്ടുകൊണ്ടാണ് ദേശവ്യാപകമായി 28 മുഖ്യമന്ത്രിമാരെയും മറ്റ് 8 യൂണിയൻ ടെറിട്ടറികളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അധികാരം ഏൽപ്പിച്ചത്. നിങ്ങൾക്ക് നിശ്ചയിക്കാം ഏതൊക്കെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഇത് നൽകാം. നിങ്ങളുടെ കളക്ടർമാരെ ഉപയോഗിക്കാം. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് ഡെയിലി ഓരോ ദിവസവും അവലോകനം നടത്തണം, റിപ്പോർട്ടുകൾ ശേഖരിക്കണം, ആവശ്യം വെക്കണം, അതനുസരിച്ച് ഞങ്ങൾ നൽകും. ഡൊമസ്റ്റിക് സിലിണ്ടറുകളുടെ കാര്യത്തിൽ ഒരങ്കലാപ്പും ഉണ്ടായിരുന്നില്ല. മാർച്ച് 3-ാം തീയതി വരെ പ്രീ ബുക്കിംഗ് എന്ന് പറയുന്നത് 60 ലക്ഷമായിരുന്നു ആവറേജ്. അത് പെട്ടെന്ന് എങ്ങനെയാണ് 82 ലക്ഷത്തിലേക്കും 88 ലക്ഷത്തിലേക്കും ഒക്കെ ചാടിയത്? എനിക്ക് തോന്നുന്നത് ഒന്ന് വിട്ടുകൊടുത്താൽ ഈ ഭാരതത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുചരങ്ങളും ചേർന്ന് വേണമെങ്കിൽ ഇറാനിൽ പോയി, ഇസ്രായേലിൽ പോയി, അമേരിക്കയിൽ പോയി ഒക്കെ ഈ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ മുഴുവൻ ബോംബിട്ട് നശിപ്പിച്ചു കളയുമെന്നാ തോന്നുന്നത്. അത്രയ്ക്ക് വൈകൃതം നിറഞ്ഞതാണ് അവരുടെ പ്രതിപക്ഷ ഓപ്പറേഷനുകൾ. ഏതൊരു സന്നിഗ്ധ ഘട്ടം ഉയർന്നാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമല്ലേ, കുറ്റവും കുറവുകളും ഒക്കെ പറയും. പക്ഷെ ഒരു അപകട ഘട്ടം വരുന്നു, അതിനെ തരണം ചെയ്യണമെങ്കിൽ എല്ലാവരും ഒത്തുനിൽക്കുമല്ലേ. അവിടെ രാഷ്ട്രീയം നോക്കി കളിക്കാൻ നിൽക്കുമോ?